ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബിടെക്കുകാർക്ക് വേണ്ടി അതായത് KTU 2024 സ്കീമിൻ്റെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് A ആൻഡ് Bയിലേക്കുള്ള കെമിസ്ട്രി ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്താണ്? ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ് ആണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മനസ്സിലാകാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ അറിയിക്കുക. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പം എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് നമ്മൾ അറിയണം. ഓൾറെഡി നമ്മൾ +2 കഴിഞ്ഞതേ ഉള്ളൂ. +2 നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് ഇലക്ട്രോ കെമിസ്ട്രി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചതാണ്. അതിനോടൊപ്പം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി നമുക്കൊരു പുതിയ ചാപ്റ്റർ ഒന്നും അല്ല. അപ്പോൾ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് നമ്മൾ അറിയണം. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള ഇന്റർ കൺവേർഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് എന്ത്? ഇലക്ട്രോ കെമിസ്ട്രി. നമ്മൾ ഒരുപാട് ബ്രാഞ്ചുകൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഓർഗാനിക് കെമിസ്ട്രി ആ കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇനോർഗാനിക് കെമിസ്ട്രി കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. അങ്ങനെ പലതരത്തിലുള്ള കെമിക്കൽ കൈനറ്റിക്സ് അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് എന്ത്? ഇലക്ട്രോ കെമിസ്ട്രി. അവിടെ ഏതൊക്കെ ടൈപ്പിലുള്ള എനർജികളുടെ കൺവേർഷൻ ആണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ എനർജി എന്തായിട്ടും മാറുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. കൊറോഷൻ എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മുടെ മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ കുറേ നാൾ നമുക്കറിയാം, ഇരുമ്പൊക്കെ നമ്മൾ വെളിയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൽ റസ്റ്റ് ഫോം ചെയ്യും, തുരുമ്പിക്കാറല്ലേ, അത് കൊറോഷനാണ്. അപ്പൊ എല്ലാ മെറ്റൽസും എല്ലാത്തിനും എന്ത് സംഭവിക്കുന്നുണ്ട്? കൊറോഷൻ സംഭവിക്കുന്നുണ്ട്, നാശം സംഭവിക്കുന്നുണ്ട് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പം ആ കൊറോഷൻ എന്ന് പറയുന്നത് മെറ്റൽസ് നമ്മുടെ എയറിലുള്ള പാർട്ടിക്കിൾസുമായിട്ട് വാട്ടർ വേപ്പറോ മോയിസ്ചറോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഗ്യാസസ് പ്രസന്റ് ആയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുമൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ മെറ്റലിനുണ്ടാകുന്ന ഡിസ്ട്രക്ഷനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. അതിനുശേഷമാണ് നമ്മൾ കൊറോഷൻ സയൻസ് പഠിക്കുന്നത്. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രി പറയുമ്പം നമ്മൾ 2 തരത്തിലുള്ള സെല്ലുകൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഇലക്ട്രോളിറ്റിക് സെല്ലും ഇലക്ട്രോ കെമിക്കൽ സെല്ലും. ഏതൊക്കെയാണ്? ഇലക്ട്രോളിറ്റിക് സെല്ലും ഇലക്ട്രോ കെമിക്കൽ സെല്ലും. പേരിൽ നമുക്ക് ഒരേപോലെ തോന്നാമെങ്കിലും രണ്ടും തികച്ചും വ്യത്യസ്തമാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇലക്ട്രോ കെമിക്കൽ സെൽ നോക്കാം ആദ്യം. ഇലക്ട്രോ കെമിക്കൽ സെല്ലില് ഏത് ടൈപ്പിലുള്ള റിയാക്ഷൻസ് ആണ് നടക്കുന്നത്? നിങ്ങൾക്കറിയാം, ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ നമ്മൾ +2 മറ്റ് 2 പേരുകൾ കൂടി പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? അത് പറഞ്ഞാലായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഗാൽവാനിക് സെൽ, ഗാൽവാനിക് സെൽ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്നും പഠിച്ചിട്ടുണ്ട്. +2 മാത്രമല്ല നമ്മളിത് പഠിച്ചിട്ടുള്ളത്, 10th സിലബസിലും എന്ത് വരുന്നുണ്ട്? റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അവിടെയും ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ മറ്റ് 2 നെയിമുകളാണ് എന്തൊക്കെയാ? ഗാൽവാനിക് സെല്ലും വോൾട്ടായിക് സെല്ലും. അപ്പൊ ഏത് ടൈപ്പിലുള്ള എനർജി കൺവേർഷൻ ആണ് അവിടെ നടക്കുന്നത്? കെമിക്കൽ എനർജിയെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കിയാണ് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ എഴുതാം, കെമിക്കൽ എനർജി എന്തായി മാറുകയാണ് ചെയ്യുന്നത്? കെമിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അവിടെ റിയാക്ഷൻസിലൂടെ കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഏത് റിയാക്ഷനാ? റിഡോക്സ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ എക്സാമ്പിൾ പറയും. അപ്പം കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം അതേസമയം ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്ത് കൺവേർഷൻ ആയിരിക്കും നടക്കുന്നത്? ഇലക്ട്രോ കെമിക്കൽ സെല്ലില് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നതെങ്കിൽ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ എന്ത് കൺവേർഷനാണ് നടക്കുന്നത്? അവിടെ ഇലക്ട്രിക്കൽ എനർജി എന്തായി കൺവേർട്ട് ചെയ്യുന്നു? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ആണ് എന്തായിട്ട് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു എന്താ? കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി ആണ് കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നത്.
രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടിയില്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലില് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നത് പോലെ ഇലക്ട്രോളിറ്റിക് സെല്ലില് എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രോ കെമിക്കൽ സെല്ലില് റിയാക്ഷൻസ് റിവേഴ്സിബിൾ ആണ് അല്ലെ? ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നമുക്ക് പറയാം അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ റിയാക്ഷൻസ് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നടക്കുന്നത്. നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്തായിരിക്കും? അപ്പം ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലില് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇലക്ട്രോളിറ്റിക് സെല്ലില് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ രണ്ട് ഡിഫറൻസ് നമുക്ക് കിട്ടി. ഒന്ന്, ഇലക്ട്രോ കെമിക്കൽ സെല്ലില് ഈ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇലക്ട്രോളിറ്റിക് സെല്ലില് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി മാറുന്നു. രണ്ടാമത്തെ എന്താണ്? നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലില് റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോളിറ്റിക് സെല്ലില് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇലക്ട്രോളിറ്റിക് സെല്ലില് EMF ആവശ്യമാണ്. ഇറ്റ് റിക്വയർസ് EMF. ഇവിടെ എന്താവശ്യമാണ്? EMF ആവശ്യമാണ്. അതേസമയം നമ്മുടെ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലില് EMF പ്രൊഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് EMF. എന്താണ് മൂന്നാമത്തെ പ്രത്യേകത? ഇറ്റ് പ്രൊഡ്യൂസസ് EMF. ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു? EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മൾ 3 ഡിഫറൻസ് പറഞ്ഞു. നാലാമത്തെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താണ് ഡെപ്പോസിഷൻ നടക്കുമല്ലോ. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും ഒക്കെ നടന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടത്തില്ലേ മെറ്റൽസ്? അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലിലാണെങ്കിൽ 2 ഇലക്ട്രോഡുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്. ഡെപ്പോസിഷൻ ഒക്കേഴ്സ് ബോത്ത് ഓഫ് ദ ഇലക്ട്രോഡ്സ് എന്ന് നമുക്ക് പറയാം ഇലക്ട്രോളിറ്റിക് സെല്ലില്. പക്ഷെ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണെങ്കിലോ കാഥോഡിൽ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ? ഡെപ്പോസിഷൻ നമുക്ക് ഒക്കർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ നമുക്കിവിടെ പറയാം ഇലക്ട്രോളിറ്റിക് സെല്ലില് ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്വർ ബോത്ത് ഓഫ് ദ ഇലക്ട്രോഡ്സ് എന്ന് പറയാം. 2 ഇലക്ട്രോഡുകളിലും. ഏതൊക്കെയാ? നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡിലും പോസിറ്റീവ് ഇലക്ട്രോഡിലും. അതായത് കാഥോഡിലും ആനോഡിലും എന്ത് ചെയ്യുന്നുണ്ട്? അയോണുകൾ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്വർ ബോത്ത് ഓഫ് ദ ഇലക്ട്രോഡ്സ്. പക്ഷെ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണെങ്കിൽ ഡിസ്ചാർജ് ഓഫ് അയോൺസ് എവിടെ മാത്രമേ നമുക്ക് ഒക്വർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്വർ അറ്റ് കാഥോഡിൽ മാത്രമേ അയോണുകൾ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുള്ളൂ. ഏത് സെല്ലിലാണ്? ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ. ഇനി അതുകൂടാതെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ 2 ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആനോഡ് യൂസ് ചെയ്യുന്നുണ്ട്, കാഥോഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണെങ്കിൽ ആനോഡിന്റെ ചാർജ് എന്തായിരിക്കും? ആനോഡ് നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡ് നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയിരിക്കും ആര്? കാഥോഡ് പോസിറ്റീവും ആയിരിക്കും. നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇലക്ട്രോളിറ്റിക് സെല്ലിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ആനോഡ് എന്തായിട്ട് മാറും? ആനോഡ് പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ കാഥോഡ് എന്തായിട്ട് മാറും? കാഥോഡ് നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പം ബേസിക് ആയിട്ട് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വെച്ചാൽ അവിടെ ഏത് തരത്തിലുള്ള എനർജി കൺവേർഷൻ ആണ് നടക്കുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രോളിറ്റിക് സെല്ലിലാണെങ്കിലോ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് പറഞ്ഞു. നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് നടക്കുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലിന് EMF നമുക്ക് കൊടുക്കണം. ഇറ്റ് റിക്വയർസ് EMF. അവിടെ EMF ആവശ്യമാണ്. പക്ഷെ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണെങ്കിലോ അവിടെ പ്രൊഡ്യൂസസ് EMF എന്ത് ചെയ്യുകയാണ്?
പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. നാലാമത് നമ്മൾ പറഞ്ഞത് അയോണുകളുടെ ഡിസ്ചാർജ് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ 2 ഇലക്ട്രോഡുകളിൽ നടക്കുന്നുണ്ട്. ആനോഡിലും നടക്കുന്നുണ്ട്, കാഥോഡിൽ നടക്കുന്നുണ്ട്. ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്യുർ ബോത്ത് ഓഫ് ദി ഇലക്ട്രോഡ്സ് എന്ന് നമുക്ക് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ പറയാം. പക്ഷെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണെങ്കിലോ അയോണുകളുടെ ഡിസ്ചാർജ് കാഥോഡിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്യുർ അറ്റ് കാഥോഡ്. പിന്നെ നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലാണെങ്കിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണെങ്കിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് എന്തുമായിരിക്കും? പോസിറ്റീവും ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലും എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഈ 2 കാര്യങ്ങളും, ഈ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്നും അവിടെ നടക്കുന്ന റിയാക്ഷൻസിന്റെ പ്രത്യേകതകൾ എന്താണെന്നും അതുപോലെ തന്നെ ഗാൽവാനിക് സെല്ല്, ഇലക്ട്രോളിറ്റിക് സെല്ലും ഇലക്ട്രോ കെമിക്കൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? നമ്മളിനി കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെല്ലിന് നമുക്ക് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. എന്താണ് ഡാനിയൽ സെൽ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സെൽ തന്നെയാണ്. ഡാനിയൽ സെൽ എന്ന് വെച്ചാൽ ഏതൊക്കെ മെറ്റൽസ് ആണ്? ഇസർട്ടൻ സിയു സെൽ ആണ്, സിങ്ക് കോപ്പർ സെൽ ആണ്. എന്താ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. അതെന്താ ഇസർട്ടൻ സിയു സെൽ ആണ്, സിങ്ക് കോപ്പർ സെൽ ആണ്. നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ് എന്ന് പറഞ്ഞൊരു റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ 10th മുതൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്കറിയാം റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ നിന്ന് കുറഞ്ഞു വരുന്ന ഡിക്രീസിങ് ഓർഡറിലാണ് റിയാക്ടിവിറ്റി സീരീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്കറിയാം സിങ്ക് കഴിഞ്ഞിട്ടാണ് കോപ്പർ വരുന്നത്. അപ്പം ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് സിങ്ക്. റിയാക്ടിവിറ്റി കൂടിയ ആളെയാണ് നമ്മൾ ആനോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആനോഡിൽ നമുക്ക് നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്സിഡേഷൻ എന്താണ് എന്ന് നമുക്കറിയാം. ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആയിരിക്കും ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഇസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇനി നമ്മുടെ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളുണ്ടായിരിക്കുമല്ലോ. ഇവിടെ നമ്മുടെ ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഇസർഡൻ സിയു സെൽ ആണ്. സിങ്ക് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ സിങ്ക് ആനോഡായിട്ട് ആക്ട് ചെയ്യും. സിങ്കിൽ ഓക്സിഡേഷൻ നടക്കും. ഇനി റിയാക്ടിവിറ്റി കുറഞ്ഞ ആളായ കോപ്പർ ആണ് നമ്മുടെ കാഥോഡ്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ്, സ്വീകരിക്കുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗാൽവാനിക് സെല്ലില് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷനും നടക്കുന്നുണ്ട്. ഓക്സിഡേഷൻ നടക്കുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനായിരിക്കും. ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. റിഡക്ഷൻ നടക്കുന്നത് ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിലായിരിക്കും. ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? റിഡക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നാൽ നമ്മൾ ആ റിയാക്ഷന് പറയുന്ന പേരാണ് എന്ത്? റിഡോക്സ് റിയാക്ഷൻ. എന്താണ്? റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ. Oxidation and reduction takes place simultaneously is called redox reaction. ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയം നടക്കുകയാണ് ചെയ്യുന്നത്. ഒരേ സമയത്ത് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ റിയാക്ഷൻ പറയുന്ന പേരാണ് എന്ത്? റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ റിഡോക്സ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കുമെന്ന്. ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ എന്നല്ല, ഏതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെയും അറേഞ്ച്മെന്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആനോഡിനെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്, റൈറ്റ് സൈഡിൽ കാഥോഡിനെ ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഡാനിയൽ സെല്ല് ഇസർട്ടൻ സിയു സെല്ലാണെന്ന് പറഞ്ഞു, അവിടെ ആനോഡ് സിങ്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സിങ്ക് അല്ലേ ആനോഡ്? സിങ്കിന്റെ ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്യണം. കണ്ടോ, ഒരു ബീക്കർ എടുത്തിട്ടുണ്ട് നമ്മള്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റൽ പ്ലേസ് ചെയ്യേണ്ടത് അതിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിലായിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സിങ്ക് ആണെങ്കിൽ ZnSO4 സൊല്യൂഷൻ, സിങ്കിന്റെ സാൾട്ട് സൊല്യൂഷൻ, സിങ്ക് സൾഫേറ്റ്. കോപ്പർ ആണെങ്കിൽ CuSO4 സൊല്യൂഷൻ, കോപ്പറിന്റെ
സോൾട്ട് സൊല്യൂഷൻ. ഈ സിൽവർ ആണെങ്കിൽ നമ്മൾ സൾഫേറ്റ് അല്ല യൂസ് ചെയ്യുന്നത്. സിൽവർ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. Ag ആണെങ്കിൽ AgNO3 സൊല്യൂഷൻ. സിൽവർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാൾട്ട് സൊല്യൂഷൻ ഏതായിരിക്കും? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആനോഡിനെ പ്ലേസ് ചെയ്തു. അതായത് ഒരു ബീക്കർ എടുത്തു, അതിനകത്തേക്ക് സിങ്ക് എന്ന് പറയുന്ന സിങ്ക് എന്ന് പറയുന്ന ആനോഡ് നമ്മൾ ഡിപ്പ് ചെയ്തു. സാൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യേണ്ടതുകൊണ്ട് ആ ബീക്കറിൽ ZnSO4 സൊല്യൂഷൻ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ വെക്കേണ്ടത് ക്യാഥോഡാണ്. കോപ്പർ ആണ് ക്യാഥോഡ്. അപ്പോൾ ആ ബീക്കറിൽ കോപ്പറിന്റെ സാൾട്ട് സൊല്യൂഷൻ ആയ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആനോഡും പ്ലേസ് ചെയ്തു, ക്യാഥോഡും പ്ലേസ് ചെയ്തു. ആനോഡ് ലെഫ്റ്റ് സൈഡിൽ, ക്യാഥോഡ് റൈറ്റ് സൈഡിലും പ്ലേസ് ചെയ്തു. പിന്നെ നമുക്ക് അവിടെ വേണ്ട അറേഞ്ച്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സൊല്യൂഷൻസിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു യു ഷേപ്പിലുള്ള ട്യൂബ് വെക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് സോൾട്ട് ബ്രിഡ്ജ്. നമ്മുടെ രണ്ട് ബീക്കറിലുള്ള സൊല്യൂഷൻസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു യു ഷേപ്പിലുള്ള ട്യൂബ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. എന്താണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്? പിന്നെ ആണെങ്കിൽ ഈ രണ്ട് ആനോഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു വോൾട്ട് മീറ്ററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആനോഡിനെയും ക്യാഥോഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് വോൾട്ട് മീറ്ററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആനോഡ് നെഗറ്റീവ് ആണ്, ക്യാഥോഡ് പോസിറ്റീവ് ആണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡ് നെഗറ്റീവും ക്യാഥോഡ് പോസിറ്റീവ് ആണെന്ന് നമ്മൾ അതിന്റെ ഡിഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആനോഡ് നെഗറ്റീവ് ആണ്, ക്യാഥോഡ് പോസിറ്റീവ് ആണ്. ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഒരു ഗാൽവാനിക് സെല്ലിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കണം? ആനോഡ്. റൈറ്റ് സൈഡിൽ ക്യാഥോഡ്. ആനോഡ് അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കണം, ക്യാഥോഡ് അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കണം. ഡാനിയൽ സെല്ലിൽ സിങ്ക് ആണ് ആനോഡ്. അതുകൊണ്ട് സിങ്ക് ZnSO4 സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോപ്പർ ക്യാഥോഡാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതായത് കോപ്പറിന്റെ സാൾട്ട് സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ രണ്ട് സൊല്യൂഷൻസിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ യു ഷേപ്പിലുള്ള ഒരു ട്യൂബ് വെച്ചിട്ടുണ്ട്. അതിനെ സാൾട്ട് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. പിന്നെ ആനോഡിനെയും ക്യാഥോഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു വോൾട്ട് മീറ്ററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഗാൽവാനിക് സെല്ലിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. പിന്നെ നമുക്കിവിടെ സോൾട്ട് ബ്രിഡ്ജ് എന്തിന് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ എന്താണ്? അതായത് നമ്മുടെ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് എന്തിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യണം, ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യണം? ഫ്ലോ ചെയ്യണം. അങ്ങനെ ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യണമെങ്കിൽ ഇതിനകത്തുള്ള അയോണുകൾ തമ്മിൽ എന്ത് വേണം? ഒരു കണക്ഷൻ വേണം. അങ്ങനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിരിക്കുന്നത്. സാൾട്ട് ബ്രിഡ്ജ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഒന്നുകിൽ KCl പൊട്ടാസ്യം ക്ലോറൈഡ്, അല്ലെങ്കിൽ NH4NO3 അമോണിയം നൈട്രേറ്റ്, ഇതിലൊക്കെ ഇതിന്റെയൊക്കെ സൊല്യൂഷൻസ് ആയിരിക്കും നമ്മൾ സോൾട്ട് ബ്രിഡ്ജിൽ യൂസ് ചെയ്യുന്നത്. പൊട്ടാസ്യം ക്ലോറൈഡോ അല്ലെങ്കിൽ NH4NO3 അമോണിയം നൈട്രേറ്റിന്റെ ഒക്കെയോ സൊല്യൂഷൻസ് ആയിരിക്കും നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? സോൾട്ട് ബ്രിഡ്ജിൽ യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് സൊല്യൂഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് എഴുതാനാണ്. ആനോഡിൽ നമ്മൾ പറഞ്ഞു ഓക്സിഡേഷൻ ആണ് നടക്കുന്നതെന്ന്. ആനോഡ് എന്ന് പറയുന്നത് ഇവിടെ സിങ്ക് ആണ്. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പൊ Zn ലോസ് ചെയ്യുന്നു, ഗിവ്സ് എത്ര ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നു? 2 ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോണുകളെ ലോസ് ചെയ്താൽ അതൊരു പോസിറ്റീവ് അയോണായിട്ടാണ് മാറുന്നത്. ഇലക്ട്രോണുകളെ ലോസ് ചെയ്താൽ ഒരു ആറ്റം പോസിറ്റീവ് അയോണുകളായിട്ടാണ് മാറുന്നത്. അപ്പൊ Zn എന്ന് പറയുന്ന ആറ്റം Zn2+ എന്ന് പറയുന്ന പോസിറ്റീവ് അയോണായിട്ട് മാറി. 2+ വരാൻ കാരണം 2 ഇലക്ട്രോണുകളെ ലോസ് ചെയ്തത് കൊണ്ടാണ് 2+ എന്ന് വന്നത്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്യാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് എന്ത്? റിഡക്ഷൻ. ക്യാഥോഡ് കോപ്പർ ആണെന്ന് പറഞ്ഞു. അപ്പൊ നേരെ ഓപ്പോസിറ്റ്, ഓക്സിഡേഷന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? റിഡക്ഷൻ. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പം ഈ
തിരിച്ചെഴുതുക, ഇത് തിരിച്ചതുപോലെ തന്നെ എഴുതുക. നമുക്ക് ഇസഡൻ മാറ്റി എന്താക്കിയാൽ മതി, Cu ആക്കിയാൽ മതി. അപ്പം Cu2 പ്ലസ് 2 ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നു. Cu2 പ്ലസ് 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, Cu ആയിട്ട് മാറുന്നു. കോപ്പർ ആറ്റമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ. മനസ്സിലായോ? ആനോഡിലാണെങ്കിൽ ആനോഡ് സിങ്ക് ആണ്, ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നു. അപ്പൊ ഇസഡൻ ഗിവ്സ് എത്ര ഇലക്ട്രോണുകളെയാണ് ലോസ് ചെയ്യുന്നത്, 2 ഇലക്ട്രോണുകളെ. അപ്പൊ ഇസഡൻ ആറ്റം എന്ത് ചാർജുള്ള അയോണായിട്ട് മാറുന്നു, പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറുന്നു. എത്ര പോസിറ്റീവ് ചാർജാ, 2+. ഇസഡൻ 2+. കാഥോഡിൽ റിഡക്ഷൻ ആണ്, Cu2 പ്ലസ് 2 ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായി മാറുന്നു, Cu ആയിട്ട് മാറുന്നു. പിന്നെ നമുക്കിവിടെ ഓവറോൾ റിയാക്ഷൻ എഴുതാം. ഓവറോൾ റിയാക്ഷൻ എഴുതാൻ നമ്മൾ ചെയ്യേണ്ടത്, ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുക. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ ആയിട്ട് വരുന്നതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്നതെല്ലാം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ വരുന്നതെല്ലാം റൈറ്റ് സൈഡിലും എഴുതുവാണെങ്കിൽ നമുക്ക് ഓവറോൾ റിയാക്ഷൻ കിട്ടും. ഈ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്ത് റിയാക്ഷനാ, റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ച് നടക്കുന്നതല്ലേ റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ നമ്മളിവിടെ എഴുതുന്ന ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷന്റെ ഇക്വേഷൻ ആണ്. നമുക്കത് എഴുതി നോക്കാം. ഇതാണ് ആനോഡിലും ഓക്സിഡേഷനും, ഇത് കാഥോഡിലെ റിഡക്ഷനും. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ ഇസഡൻ ഉണ്ട്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ Cu2 പ്ലസ് 2 ഇലക്ട്രോണും ഉണ്ട്. റൈറ്റ് സൈഡിൽ ഇസഡൻ 2 പ്ലസ് 2 ഇലക്ട്രോണും ഉണ്ട്, കോപ്പറും ഉണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ആനോഡിന്റെ റൈറ്റ് സൈഡിലുള്ള 2 ഇലക്ട്രോണും കാഥോഡിന്റെ റിയാക്ഷനിൽ ലെഫ്റ്റ് സൈഡിലുള്ള 2 ഇലക്ട്രോണും സെയിം ആയിട്ട് വരുന്നുണ്ട്. ഓപ്പോസിറ്റ് സെയിം ആയിട്ട് വന്നാൽ അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്കിവിടെ രണ്ടിടത്തും ഇവിടെയും 2 ഇലക്ട്രോൺ എന്നുള്ളത് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഇവിടെയും 2 ഇലക്ട്രോൺ എന്നുള്ളത് കട്ട് ചെയ്യാം. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ ആയിട്ട് വരുന്ന ഒന്നുമില്ല. ബാക്കിയെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. നോക്കിക്കേ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ് വന്നിരിക്കുന്നത്, ഇസഡൻ അല്ലേ. അപ്പൊ ആ ഇസഡൻ എഴുതി. ലെഫ്റ്റ് സൈഡിൽ ഇസഡൻ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ലെഫ്റ്റ് സൈഡിൽ Cu2 പ്ലസ്, അപ്പൊ ഇസഡൻ പ്ലസ് Cu2 പ്ലസ് എന്ന് എഴുതി. ഈ 2 ഇലക്ട്രോൺ എഴുതാൻ പറ്റത്തില്ല, നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ആയി. ഗിവ്സ് ഇടുക, റൈറ്റ് സൈഡ് എഴുതാൻ. ഇവിടെ റൈറ്റ് സൈഡിൽ ഇസഡൻ 2 പ്ലസ് ഉണ്ട്. അപ്പൊ ഇസഡൻ 2 പ്ലസ് പ്ലസ് ഈ 2 ഇലക്ട്രോൺ എന്നുള്ളത് എന്തായിട്ട് പോയി, ക്യാൻസൽ ആയിട്ട് പോയി. അപ്പൊ ഇസഡൻ 2 പ്ലസ് പ്ലസ് ഇവിടെ റൈറ്റ് സൈഡിൽ Cu, ഇസഡൻ 2 പ്ലസ് പ്ലസ് എന്താണ്, Cu. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിൽ എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഓവറോൾ റിയാക്ഷൻ കിട്ടും, അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ കിട്ടും. അപ്പൊ റിഡോക്സ് റിയാക്ഷൻ നമ്മൾ എഴുതി, ഓക്സിഡേഷൻ എഴുതി, റിഡക്ഷൻ എഴുതി. ഇത്രയാണ് നമ്മുടെ ഡാനിയൽ സെല്ലിൽ വരുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒന്നും കൂടെ പഠിച്ചു വെച്ചിരിക്കുക, സെല്ല് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ സെഡൻ എന്തായിട്ട് മാറുക, ഇസഡൻ 2 പ്ലസ് ആയിട്ട് മാറുക. ഡബിൾ സ്ലാഷ് ഇടാം, സോൾട്ട് ബ്രിഡ്ജ് കാണിക്കാൻ വേണ്ടി. Cu2 പ്ലസ് എന്തായിട്ട് മാറുന്നു, Cu ആയിട്ട് മാറുന്നു. അപ്പൊ ഇസഡൻ 2 പ്ലസ് ആയിട്ട് മാറുന്നു. ഡബിൾ സ്ലാഷ് കൊടുത്തിട്ട് Cu2 പ്ലസ് എന്തായിട്ട് മാറുന്നു, Cu ആയിട്ട് മാറുന്നു. ഇതാണ് ഇതിന്റെ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെൽ എന്ന് പറയുന്നത് സിങ്കും കോപ്പറും അടങ്ങിയ ഒരു സെല്ലാണ്. സിങ്ക് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആയതുകൊണ്ട് തന്നെ സിങ്കിനെ നമ്മൾ ആനോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആനോഡ് പ്ലേസ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ്. കാഥോഡ് നമ്മുടെ കോപ്പറാണ്. ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പറിനെയാണ് നമ്മളിവിടെ കാഥോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാഥോഡ് പ്ലേസ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലുമാണ്. ഇനി ആനോഡ് നമ്മുടെ സിങ്ക് ആണ്. അപ്പോൾ ആ ബീക്കറിൽ സിങ്ക് അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ വേണം ഡിപ്പ് ചെയ്ത് വെക്കാൻ. അതിന് നമ്മൾ യൂസ് ചെയ്തത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. കാഥോഡായ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചത്. പിന്നെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്. യു ഷേപ്പിലുള്ള ഒരു ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ്. നമ്മുടെ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിരിക്കുന്നത്. സോൾട്ട് ബ്രിഡ്ജായിട്ട് ഉപയോഗിക്കുന്നത് KCl-ഓ NH4NO3-യുടെയോ സൊല്യൂഷൻ ആയിരിക്കും. പൊട്ടാസ്യം ക്ലോറൈഡിന്റെയോ അമോണിയം നൈട്രേറ്റിന്റെയോ സൊല്യൂഷൻസ് ആയിരിക്കും നമ്മൾ ഈ സോൾട്ട് ബ്രിഡ്ജായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ആനോഡ് നെഗറ്റീവ് ആണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലില്, കാഥോഡ് പോസിറ്റീവ് ആണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലില്. നമ്മുടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇസഡൻ ഇലക്ട്രോൺസിന് കൊടുക്കുന്നു. 2 ഇലക്ട്രോൺസിനെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഇസഡൻ 2 പ്ലസ് പോസിറ്റീവ് അയോണായിട്ട് മാറുന്നു. കാഥോഡിൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്. റിഡക്ഷൻ എന്ന് വെച്ചാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. Cu2 പ്ലസ് 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട്
കോപ്പർ ആറ്റമായിട്ട് മാറുന്നു. പിന്നെ ഓവറോൾ റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ് റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ ഓവറോൾ റിയാക്ഷൻ എഴുതാൻ ഓക്സിഡേഷനും റിഡക്ഷനും കൂടെ ആഡ് ചെയ്താൽ മതി. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ 2 ഇലക്ട്രോണുകൾ ക്യാൻസൽ ആയി പോകുന്നു. ലെഫ്റ്റ് സൈഡിലുള്ള ഇസഡനും ലെഫ്റ്റ് സൈഡിലുള്ള Cu2+ ഒന്നിച്ചെഴുതുന്നു, ഗിവ്സ് ഇടുന്നു. റൈറ്റ് സൈഡിലുള്ള Zn2+ റൈറ്റ് സൈഡിലുള്ള Cuവും ഒന്നിച്ചെഴുതുന്നു. അപ്പൊ നമുക്ക് ഓവറോൾ റിയാക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ കിട്ടുന്നു. പിന്നെ നമുക്ക് വരുന്നത് സെൽ റെപ്രസെന്റേഷൻ ആണ്. അവിടെ Zn2+ ആയിട്ട് മാറുന്നു. സോൾട്ട് ബ്രിഡ്ജ് കാണിക്കാൻ ഡബിൾ സ്ലാഷ് യൂസ് ചെയ്യുന്നു. Cu2+ ബാർ എന്താ Cu ആയിട്ട് മാറുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഡാനിയൽ സെല്ലില് പഠിക്കാൻ ഉള്ളത്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ഈ ഡാനിയൽ സെൽ ഒരു റിവേഴ്സിബിൾ സെല്ലാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ. ഇനി നമുക്കിവിടെ വേണമെങ്കിൽ ഈ ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യാം. എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മൾ ഡാനിയൽ സെല്ലിന് ഇപ്പം എത്ര EMF ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനേക്കാൾ ആ സെല്ലിന്റെ EMFന് ഈക്വൽ ആയിട്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു EMF എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സെൽ റിയാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ്, നമ്മുടെ സെല്ലിലുള്ള EMFന് എക്സാക്ട്ലി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു EMF അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻസ് എന്താകും, അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിലുള്ള EMFനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു EMF ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റിയാക്ഷൻസ് റിവേഴ്സ് ഓർഡറിലും നടക്കും. എന്താ, ആ 2 പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. എന്തൊക്കെയാണ്, നമ്മുടെ സെല്ലിന്റെ EMFന് എക്സാക്ട്ലി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു EMF നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൽ റിയാക്ഷൻസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നമ്മുടെ സെൽ EMFനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു EMF ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സെൽ റിയാക്ഷൻസ് ക്യാൻ ബി എന്താ, റിവേഴ്സ് ആയിട്ടും നടക്കും. ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, നമ്മളിപ്പം ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ 2 ടോപ്പിക്സ് കവർ ചെയ്തു. ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡാനിയൽ സെല്ലിനെ കുറിച്ച് പറഞ്ഞു. ഡാനിയൽ സെല്ലിന്റെ സ്ട്രക്ചറും അതിന്റെ റിയാക്ഷൻസും ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നോൺസ്റ്റ് ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ ഓൾറെഡി +2 സിലബസിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് നോൺസ്റ്റ് ഇക്വേഷൻ എന്നും അത് ഡിറൈവ് ചെയ്യുന്നതും എന്ത് ചെയ്യാനുണ്ട്, സിലബസിൽ പഠിക്കാനായിട്ട് ഉണ്ട്. നോൺസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലും ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ നോൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാ, ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലും നമ്മുടെ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് എന്ത്, നോൺസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ അത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നോൺസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദ ഇക്വേഷൻ വിച്ച് റിലേറ്റ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് നോൺസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ അത് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഒരു ജനറൽ റിയാക്ഷൻ ആണ്. അതായത് നമ്മുടെ മെറ്റൽ Mn++ ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ലേ, ഒരു റിഡക്ഷന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ജനറൽ ആയിട്ട് എഴുതിയിട്ടിരിക്കുന്നത്. ഒരു റിഡക്ഷന്റെ ഇക്വേഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നത് ജനറൽ ആയിട്ട്. Mn++ Mn+ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് അയോൺ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ആറ്റമായിട്ട് മാറും, മെറ്റലായിട്ട് മാറും. അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ഒരു റിഡക്ഷന്റെ ഇക്വേഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ വരുന്നത് നമ്മുടെ ഫ്രീ എനർജി ചേഞ്ചും, അതായത് നമ്മൾ ഗിബ്സ് എനർജി എന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ ഫ്രീ എനർജി അല്ലെങ്കിൽ ഗിബ്സ് എനർജി എന്ന് പറയുന്നത്. അതിനെ G വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ തെർമോഡൈനമിക്സ് എന്ന് പറയുന്ന പാർട്ടിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഫ്രീ എനർജിയും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K അതും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഞാൻ രണ്ടാമത് എഴുതി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്, നമ്മുടെ ഫ്രീ എനർജി ആയ ΔGയും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയ Kയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ആ ഇക്വേഷൻ ΔG = ΔG0 + RT ln K എന്നാണ്. നാച്ചുറൽ ലോഗ് ln K എന്നാണ്. അപ്പൊ എന്താണ്, നമ്മുടെ ഫ്രീ എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ആ ഇക്വേഷൻ ഏതാണ്, ΔG =
ഡെൽറ്റ G0 പ്ലസ് RT ln K എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയത് ജനറൽ ആയിട്ടുള്ള ഒരു റിഡക്ഷന്റെ ഇക്വേഷൻ ആണ്. ഈ മെറ്റൽ N+ എന്ന് പറയുന്ന ഒരു മെറ്റല് 2 ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ N ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് M ആയിട്ട് മാറി. രണ്ടാമത് എഴുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആയിരുന്നു. എന്താ? ഡെൽറ്റ G ഡെൽറ്റ G0 പ്ലസ് RT ln K. ഇനി അതിനകത്ത് ഓരോ ടേമും എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ഡെൽറ്റ G എന്ന് പറയുന്നത് ഫ്രീ എനർജി ചേഞ്ച് ആണ്. ഡെൽറ്റ G0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ആണ്. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T is the temperature ആണ്. K is the equilibrium constant ആണ്. അപ്പൊ 2 ഇക്വേഷൻസ് എഴുതി. റിഡക്ഷന്റെ ഒരു ജനറൽ ഇക്വേഷൻ Mn+ എന്ന് പറയുന്ന അയൺ N ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്തിട്ട് M ആയിട്ട് മാറിയ ഒരു ജനറൽ റിഡക്ഷന്റെ ഇക്വേഷൻ. രണ്ടാമത് ഫ്രീ എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ ഡെൽറ്റ G ഡെൽറ്റ G0 പ്ലസ് RT ln K. പിന്നെ ഓരോ ടേമും എന്താണെന്ന് എഴുതി. ഡെൽറ്റ G is the free energy change, delta G0 is the standard free energy change, R is the universal gas constant, T is the temperature, K is equal to equilibrium constant. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലേ? ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഡെൽറ്റ ജിയിലേക്ക് ഒരു ഇക്വേഷൻസിനകത്തേക്കാണ്. ഡെൽറ്റ G -NFE എന്ന് നമുക്ക് പറയാം. ഡെൽറ്റ G എന്താ? -NFE. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. E എന്ന് പറയുന്നത് ഇ സെല്ല് EMF ആണ്. -NFE. E എന്ന് പറയുന്നത് EMF ആണ്, ഇ സെല്ലാണ്. F എന്ന് പറയുന്നത് ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. F എന്താണ്? ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ് F. അപ്പൊ ഡെൽറ്റ G -NFE എന്നാണ്. N is the number of electrons, F is the Faraday's constant, E is the EMF of the cell. ആ ഡെൽറ്റ G -NFE ആണെങ്കിൽ ഡെൽറ്റ G0 എന്ന് പറയുന്നത് എന്തായിരിക്കും? -NFE0 ആയിരിക്കും. അവിടെയും N നമ്പർ ഓഫ് ഇലക്ട്രോൺ, F ഫാരഡേസ് കോൺസ്റ്റന്റ്, E0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് EMF, സ്റ്റാൻഡേർഡ് സെൽ EMF E0. അപ്പം ഡെൽറ്റ G -NFE ആണ്. ഡെൽറ്റ G0 -NFE0 ആണ്. ഇനി നമ്മൾ ഈ ഡെൽറ്റ ജിയുടെ വാല്യൂവും ഡെൽറ്റ G0യുടെ വാല്യൂവും നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ, അതായത് ഡെൽറ്റ ജിയെയും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയും കണക്ട് ചെയ്ത ഒരു ഇക്വേഷൻ എഴുതിയില്ലേ, അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇക്വേഷൻ 2, അതായത് ഡെൽറ്റ ജിയുടെ വാല്യൂ ആയ -NFEയും ഡെൽറ്റ G0യുടെ വാല്യൂ ആയ -NFE0യും ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഒന്നുമില്ല, ഒന്നാമത്തെ ഒരു നമ്മൾ എഴുതിയ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താ? നമ്മുടെ ഫ്രീ എനർജി ചേഞ്ച് ആയ ഡെൽറ്റ G ഡെൽറ്റ G0 പ്ലസ് RT ln K എന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. അതിനകത്തേക്ക് ഡെൽറ്റ ജിക്കും ഡെൽറ്റ G0നും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഡെൽറ്റ ജിക്ക് പകരം നമ്മൾ -NFE എന്ന് എഴുതി, ഈക്വൽ ടു ഡെൽറ്റ G0ക്ക് പകരം -NFE0 എന്ന് എഴുതി, പ്ലസ് RT ln K എന്നാണ്. അതുപോലെ തന്നെ കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷനെ മൊത്തത്തിൽ രണ്ട് സൈഡിലും ഇക്വേഷനെ -NF വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ്. ഈ -NF കളയാനായിട്ട് ഇക്വേഷന്റെ മൊത്തം സൈഡിലും -NF വെച്ച് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പൊ എങ്ങനെ വരും? -NFE ഡിവൈഡഡ് ബൈ -NF ഈക്വൽ -NFE0 ഡിവൈഡഡ് ബൈ -NF പ്ലസ് RT ബൈ -NF ln K. നമ്മൾ ഡെൽറ്റ ജിയുടെ വാല്യൂവും ഡെൽറ്റ G0യുടെ വാല്യൂവും ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം ആ ഇക്വേഷന്റെ രണ്ട് സൈഡും -NF വെച്ച് ഡിവൈഡ് ചെയ്തു, അല്ലേ? ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം, -NFും -NFും ക്യാൻസൽ ആയിട്ട് ഇവിടെ E എന്ന് മാത്രമാവും. E is equal to ഇവിടെയും -NFും -NFും ക്യാൻസൽ ആയിട്ട് E0 എന്നാവും. അപ്പൊ E is equal to E0 ഇവിടെ ക്യാൻസൽ ആകത്തില്ല, താഴെ മാത്രമേ ഉള്ളൂ -NF. അതുകൊണ്ട് ആ മൈനസ് നമുക്ക് ഈ മുകളിൽ എഴുതാം. E0 RT by NF ln K. അപ്പൊ -NF വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ബാക്കി വന്നാൽ നമുക്ക് E is equal to E0 RT by NF ln K എന്നാണ്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ln K എന്നല്ലേ നമ്മൾ ലോഗ് ആക്കി മാറ്റുന്നു, LOG ലോഗാക്കി മാറ്റുന്നു. LOG ലോഗാക്കി മാറ്റാൻ നമ്മൾ ഒരു 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ln K, lnനെ LOG ലോഗാക്കി മാറ്റാൻ വേണ്ടി
2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഇതിന് മാറ്റമില്ല, ഈ തന്നെ ഇവിടെ ഈ മാറ്റമില്ല, E0 തന്നെ ഇവിടെ മാറ്റമുണ്ട്. ഇത് ഈ ടേമിനെയാണ് നമ്മൾ 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ -2.303 RT/NF log K എന്ന് എഴുതാം. നമുക്ക് എന്താണ് log K എന്ന് എഴുതാം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇനി ഈ Kക്ക് നമുക്ക് വാല്യൂ കൊടുക്കാം. അതിനുവേണ്ടി നമ്മുടെ റിഡക്ഷന്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടില്ലേ, അങ്ങോട്ട് പോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ്. ഇവിടെ പ്രോഡക്റ്റ് ആരാ? M ആ. അപ്പം പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് M ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Mn+ ആണ്. അപ്പൊ Kക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ ഓഫ് M ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്നാക്കുന്നു. കാരണം മനസ്സിലായോ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിനെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനുകളുടെ പ്രോഡക്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് M ആണ്, റിയാക്ടന്റ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Mn+ ആണ്. അപ്പം Kക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് M ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്ന് എഴുതുന്നു. പിന്നെ നമ്മൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് M മെറ്റൽ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും യൂണിറ്റി ആയിരിക്കും, 1 ആയിരിക്കും. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് Mന് 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ E0 - 2.303 RT/NF log 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്നാകുന്നു. പിന്നെ നമുക്ക് ഈ log 1/a എന്നുള്ളത് log a ആക്കി മാറ്റുന്നു. ഈ മൈനസിനെ അപ്പോൾ അങ്ങ് പ്ലസ് ആക്കും. അപ്പൊ E0 + 2.303 RT/NF log കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്നാക്കി മാറ്റുന്നു. പിന്നെ ആറിനും ടിക്കും എഫിനും ഒക്കെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് വരുന്നത്. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ വരുന്നത് 8.314 J/Kelvin ആണ്. അപ്പൊ Rന് 8.314 J/Kelvin എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 96,500 കൂളം ആണ്. അപ്പോൾ 96,500 കൂളം എന്ന് എഫിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ടെമ്പറേച്ചർ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 Kelvin ആണ്. അപ്പൊ ഇവിടെ Rന് 8.314 എന്ന് കൊടുക്കാം, ടിക്ക് 298 Kelvin എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിനാണെങ്കിൽ 96,500 കൂളം. അതെല്ലാം കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കിട്ടുന്ന ആൻസർ ആണ് ഈ 0.0591. എന്താ? 0.0591. അപ്പൊ നമ്മുടെ ഫൈനൽ നയൺസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ മാറും. E0 പ്ലസ് ഈ 2.303 × 8.314 × 298 ഡിവൈഡഡ് ബൈ n × 96,500 കൂളമാണ് 0.0591 ബൈ n കോൺസ്റ്റന്റ് അല്ല, ഇലക്ട്രോണുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് n. അപ്പൊ n കോൺസ്റ്റന്റ് ആകുന്നില്ല, അതുകൊണ്ട് n എന്ന് തന്നെ കൊടുക്കാം. പിന്നെ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn+. ഇതാണ് നമ്മുടെ നയൺസ്റ്റ് ഇക്വേഷന്റെ ജനറൽ ആയിട്ടുള്ള ഫോം. അപ്പൊ നയൺസ്റ്റ് ഇക്വേഷന്റെ ജനറൽ ഫോം ആണ് നമ്മൾ ഡെറൈവ് ചെയ്തത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, എന്തെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാകാത്തുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്ത എന്താണ്? നമ്മുടെ ഒരു റിഡക്ഷന്റെ ജനറൽ ഇക്വേഷൻ എഴുതി വെച്ചു. Mn++ n ഇലക്ട്രോൺ ഗിവ്സ് M. നെക്സ്റ്റ് നമ്മുടെ ഫ്രീ എനർജി ചേഞ്ചും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എഴുതി. ആ ഇക്വേഷൻ എന്താ? ΔG = ΔG0 + RT/ln/K. എന്നിട്ട് അതിനകത്ത് ഓരോ ടേമും എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ΔG is the free energy change, ΔG0 is the standard free energy change, R is the universal gas constant, T is the temperature, K is the equilibrium constant. നെക്സ്റ്റ് നമുക്ക് ΔGക്കും ΔG0നും ഓരോ വാല്യൂ കൊടുത്തു. ΔG എന്ന് പറയുന്നത് -NF E ആണ്. ΔG0 എന്ന് പറയുന്നത് -NF E0 ആണ്. അപ്പൊ ഈ n എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺ. E എന്താണ്? ഈ സെല്ലിന്റെ EMF ആണ്. F എന്താ? ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. E0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സെൽ EMF ആണ്. അപ്പൊ ΔGക്കും ΔG0ക്കും കിട്ടിയ ആ വാല്യൂവിനെ നമ്മൾ ആ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ΔG = ΔG0 + RT/ln/K എന്ന് പറയുന്ന ഇക്വേഷനകത്തേക്ക്
ഡെൽറ്റ ജിയുടെ വാല്യൂവും ഡെൽറ്റ ജി സീറോന്റെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? മൈനസ് എൻ എഫ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ പ്ലസ് ആർ ടി എൽ എൻ കെ എന്ന് വരുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിനെയും മൈനസ് എൻ എഫ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷന്റെ രണ്ട് സൈഡും മൈനസ് എൻ എഫ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ വരും? മൈനസ് എൻ എഫ് ഇ ഡിവൈഡഡ് ബൈ മൈനസ് എൻ എഫ് ഈക്വൽ മൈനസ് എൻ എഫ് ഇ സീറോ ഡിവൈഡഡ് ബൈ മൈനസ് എൻ എഫ് പ്ലസ് ആർ ടി ബൈ മൈനസ് എൻ എഫ് പിന്നെ എൽ എൻ കെ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ മുകളിലും താഴെയും വരുന്ന മൈനസ് എൻ എഫ് ഒക്കെ ക്യാൻസൽ ആയി പോകും. ഈ മൈനസ് എൻ എഫും ക്യാൻസൽ ആയാൽ ഇവിടെ ഇ മാത്രമേ ഉള്ളൂ. ഇവിടെയും ഇതുപോലെ ക്യാൻസൽ ആയ ഇ സീറോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു ഇ സീറോ ഇവിടെ ക്യാൻസൽ ആയി പോകുന്നില്ല. അപ്പൊ മൈനസ് ആർ ടി ബൈ എൻ എഫ് എൽ എൻ കെ എന്ന് വരുന്നു. പിന്നെ നമ്മൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എൽ എൻ കെ എന്നുള്ളതിനെ LOG ലോഗ് ആക്കി മാറ്റാൻ വേണ്ടി ആ ഒരു ടേമിനെ മാത്രം 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു ഇ സീറോ മൈനസ് 2.303 ആർ ടി ബൈ എൻ എഫ് ലോഗ് കെ എന്നാവുന്നു. ഈ എൽ എന്നിനെ നമുക്ക് ലോഗ് ആക്കി മാറ്റാൻ എന്താണ്ട് ഈ ടേമിനെ മാത്രം 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത് ലോഗ് കെ എന്ന് എഴുതാം. പിന്നെ കെയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. കെ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനെ റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എം ആണ്. റിയാക്റ്റന്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് ആണ്. അപ്പൊ കെയ്ക്ക് പകരം ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് എന്ന് കൊടുക്കുന്നു. അവിടെ വെച്ച് തന്നെ മെറ്റൽ സോളിഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ 1 ആയിരിക്കും. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് എമ്മിന് 1 എന്ന് കൊടുത്താൽ ലോഗ് 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് എന്ന് വരുന്നു. പിന്നെ ഈ 1 ബൈ എന്നുള്ളത് എം എൻ പ്ലസ് എന്ന് എഴുതുന്നു. ഈ മൈനസ് സൈൻ മാറ്റിയിട്ട് പ്ലസ് ആക്കുന്നു. ഇ ഈസ് ഈക്വൽ ടു ഇ സീറോ പ്ലസ് 2.303 ആർ ടി ബൈ എൻ എഫ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് എന്ന് വരുന്നു. പിന്നെ ഈ ആറിനും ടിക്കും എഫിനും ഒക്കെ വാല്യൂസ് കൊടുക്കുന്നു. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ ആണ്. ടി സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആയ 298 കെൽവിൻ ആണ്. എഫ് ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ് 96,500 കൂളം. എൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ എണ്ണം മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ എൻ എന്ന് തന്നെ കൊടുക്കും. അപ്പൊ അതെല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ 0.0591 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഇ സീറോ പ്ലസ് എന്താ 0.0591 ബൈ എൻ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് എന്നാവുന്നു. ഇതാണ് നമ്മുടെ നോൺസ്റ്റ് ഇക്വേഷന്റെ ജനറൽ ആയിട്ടുള്ള നോൺസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സ്റ്റെപ്സ്. അപ്പൊ ഇത് എഴുതി നോക്കുക. മനസ്സിലായെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കുറച്ച് 1-2 വട്ടമൊക്കെ കേട്ടിട്ട് ഒന്നും കൂടെ എഴുതി മനസ്സിലാക്കുക. ഓക്കെ.